പഴയ ഷർട്ട് ഉണ്ടെങ്കിൽ കളയണ്ട കേട്ടോ. ഇതേപോലെയുള്ള ചെറിയ പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിന് വലിയ സ്റ്റിച്ചിങ് ഒന്നും അറിയണമെന്നില്ല. മെഷീൻ ചവിട്ടാൻ അറിഞ്ഞാൽ മാത്രം മതി. ഒരു 5 മിനിറ്റ് പോലും വേണ്ട ഒരു പേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം പഴയ ഷർട്ടിൻ്റെ കൈ വെച്ചിട്ടാണ് നമ്മൾ ഈ പേഴ്സ് ഉണ്ടാക്കിയത്. ഇങ്ങനത്തെ ചെറിയ പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം അടുത്തൊക്കെ പോകുമ്പോൾ നമ്മളെ പൈസ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒന്ന് കയ്യിൽ ഒതുക്കി പിടിക്കാൻ പറ്റും. അതും അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് നമ്മൾ ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഇട്ടിട്ട് സുരക്ഷിതമായിട്ട് നമ്മളെ ബാഗിൻ്റെ അകത്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ അതൊക്കെ പരതി നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്നിൻ്റെ അകത്ത് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് കാർഡ് പരതുന്ന സമയത്ത് എല്ലാം ആ ബാഗിൻ്റെ അകത്ത് ഒതുക്കി വെക്കാം. അപ്പോൾ ഇതേപോലെ പഴയ ഷർട്ട് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ആ ഫുൾ കൈയിൻ്റെ താഴെ ഭാഗം വരുന്ന ഭാഗമുണ്ട് ഇതേപോലത്തെ ബാൻഡ്, അതൊന്ന് അഴിച്ചു മാറ്റുക. അത് നമ്മൾ സ്റ്റിച്ച് പൊട്ടിക്കുന്ന ആ സാധനം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് അഴിച്ചെടുക്കാൻ പറ്റും. അതിങ്ങനെ അതിൻ്റെ ഇടയിൽ ബ്ലേഡാണെന്നുണ്ടാവും. അപ്പം നമ്മൾ സ്റ്റിച്ചിൻ്റെ അതിൻ്റെ രണ്ടിൻ്റെയും ഗ്യാപ്പിലൂടെ ഇട്ട് വലിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതേപോലെ ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും രണ്ട് കൈൻ്റെതും നമ്മൾ ഊരിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ വെക്കുക. ബട്ടൺസ് ഉള്ള ഭാഗങ്ങൾ തമ്മിൽ ഒരേ ഭാഗം വെക്കുക. മറ്റേത് ഹോൾസ് ഉള്ളത് ഒരു സൈഡാക്കി വെക്കുക. ഇതിപ്പോൾ ഞാൻ ബട്ടൺസ് ഉള്ളത് രണ്ടും ഒരേപോലെ വെച്ചിട്ട് ആ ഒന്നിൻ്റെ ഗ്യാപ്പിൻ്റെ അകത്ത് ഇത് രണ്ടും ഓപ്പൺ ആയിട്ടാണെന്നുള്ളത്, സെൻറ്ററിൽ ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഒന്നിൻ്റെ അകത്ത് മറ്റേത് കയറ്റി വെക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണ്. എന്നിട്ട് ഇതേപോലെ മടക്കിയെടുക്കുക. ഈ ബട്ടൺസ് ഉള്ള ഭാഗം മുകളിലേക്ക് മടക്കിയെടുത്തിട്ട് അതിൻ്റെ സൈഡ് രണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് ഈ ഹോൾസ് ഈ ബട്ടൺസിൻ്റെ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ചെറിയ പേഴ്സായി. ഈ സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ എത്രയാണോ മടക്കിയിട്ടുള്ളത് ആ മടക്ക് വശം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേണ്ട ഇപ്പം നമുക്ക് ആവശ്യത്തിന് എന്തെങ്കിലും ചില്ലറ പൈസ ഇട്ട് അടുത്ത് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒന്ന് വലിയ പേഴ്സൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ ആവശ്യങ്ങൾക്ക് പോകുന്നുണ്ട് ഇതേപോലെ കയ്യിൽ വെച്ച് നല്ല ഒതുക്കി പിടിച്ച് പോക്കറ്റ് ഉണ്ടെങ്കിൽ പോക്കറ്റിലിട്ട് നടക്കാൻ പറ്റുന്ന അത്രയും സൗകര്യത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയതാണ് ഇങ്ങനത്തെ പേഴ്സ്. അല്ലാതെ ആധാർ കാർഡും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഇടാം. ഇനി നമ്മൾ കയ്യിലുള്ള ഷർട്ടിൻ്റെ ഇതേപോലെ ഞാൻ വേറൊരു ഷർട്ടിൻ്റെ ഊരിയെടുത്തതാണ്. ഇത് വീതി കുറവാണ്. ഇതിപ്പോൾ നമ്മൾ അടിച്ചു കഴിയുമ്പോൾ ചെറിയതായിപ്പോവും. അപ്പോൾ നമുക്ക് വീതി കുറവുള്ളതാണ് നമ്മളെ കയ്യിൽ കിട്ടുന്നതെങ്കിൽ ഇത് വീതി കൂട്ടിയിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് എത്ര വീതി വേണോ അതിനനുസരിച്ച് നമുക്ക് കൂട്ടാൻ പറ്റും. ഞാനിതിനെ കുറച്ച് വീതി കൂട്ടാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ച് വലുപ്പമുള്ള വീതി വേണമെങ്കിൽ ആ നടുവിൽ വെക്കുന്ന ആ ബ്ലാക്ക് തുണി ഉണ്ടല്ലോ, ഞാനിപ്പോൾ എടുത്ത അതുപോലത്തത് വലിയ വീതിയിലെടുക്കണം. ഞാനിപ്പോൾ ഒരു 1.5 ഇഞ്ചിൻ്റെ വീതിയെ എടുത്തിട്ടുള്ളൂ. അതിനെ രണ്ടായി മടക്കിയിട്ട് ഈ ഷർട്ടിൻ്റെ കൈയിൻ്റെ ഗ്യാപ്പിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ മറ്റേത് വെച്ച് കൊടുത്തിട്ടില്ലേ, അതേപോലെ നമ്മളിപ്പോൾ എടുത്ത തുണീനെ രണ്ടായി മടക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഇതേപോലെ അടിച്ചെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വീതി വേണമെന്നുണ്ടെങ്കിൽ ആ ബ്ലാക്ക് തുണീനെ നിങ്ങൾ എടുക്കുന്ന തുണി കുറച്ച് വീതി കൂട്ടിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് ചെറുത് മതി, അതുകൊണ്ടാണ് ചെറുതായിട്ട് തന്നെ കാണിക്കുന്നത്. ഇതേപോലെ അടിച്ചെടുക്കുക. ഇനി നമ്മൾ മറ്റേ കൈയിൻ്റെ അയച്ച ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ഗ്യാപ്പിൻ്റെ അകത്ത് ഈ ബ്ലാക്കിൻ്റെ മറ്റേ സൈഡും കൂടെ വെച്ചിട്ട് അടിച്ചെടുക്കാം. ഇതേപോലെ രണ്ട് സൈഡും അടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ബട്ടൺസ് വരുന്ന ഭാഗം മടക്കാം. ഇപ്പം നമുക്ക് വീതി കൂടി ഇല്ലേ പേഴ്സിന്. ഇനി ആ ബട്ടൺസ് വരുന്ന ഭാഗം മടക്കിയതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് അടിച്ചെടുക്കുക. നമുക്ക് എത്രയാണോ ക്ലോസ് ചെയ്യാൻ വേണ്ടത് അതിനനുസരിച്ച് മടക്കുക. രണ്ട് സൈഡും അടിച്ചെടുക്കും. ഇപ്പോൾ രണ്ട് സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഡിസൈനുമായി, മെറൂണിന് ബ്ലാക്ക് ഡിസൈൻ കൊടുത്തതുപോലെയായി. അപ്പോൾ ഇതിന് ബട്ടൺസ് ഇട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം.